അപ്പം നിങ്ങൾക്കറിയാം, യുണൈറ്റഡ് നേഷൻ്റെ ജനറൽ അസംബ്ലിയിൽ അതേപോലെ പല യൂറോപ്യൻ രാജ്യങ്ങളും പാലസ്റ്റീൻ അതോറിറ്റി, അതായത് 2 സ്റ്റേറ്റിലെ പാലസ്റ്റീനെ അംഗീകരിച്ചു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇത് ആദ്യമായിട്ടുള്ള സംഭവമൊന്നുമല്ല. അതെത്രയോ നാൾ മുമ്പ് ഇന്ത്യ അംഗീകരിച്ചു, എത്രയോ രാജ്യങ്ങൾ അംഗീകരിച്ചു. ഈ പല രാജ്യങ്ങളും അതിനിടയ്ക്ക് വീണ്ടും അംഗീകാരമെന്നേ ഉള്ളൂ, അല്ലാതെ ഇതിന് വലിയ കാര്യമൊന്നുമില്ല. അപ്പം ഇത് ബേസിക്കലി അവിടെയുള്ള അറബ് രാജ്യങ്ങൾക്ക് ഒരു പിന്തുണ കൊടുക്കുക എന്ന രീതിയിൽ മാത്രമാണ് വെസ്റ്റ് ബാങ്കിനെ ഈ 2 സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമായിട്ട് ഈ പാലസ്റ്റീൻ അതോറിറ്റി അംഗീകരിച്ച ശേഷം നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഈ പറയുന്ന ഗാസയുമായി ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റ്സ് അതിനെന്താ പിന്നെ ടോണി ബ്ലെയറിനെ ഏൽപ്പിക്കുന്ന ഈ പറയുന്ന പാലസ്റ്റീൻ അതോറിറ്റി ഏൽപ്പിച്ചാൽ പോരാ? എൻ്റെ പ്രിസൈസായിട്ട് ചോദ്യം. കാരണം പാലസ്റ്റീൻ അതോറിറ്റിക്കാണ് അതിൻ്റെ ഇൻചാർജ് കൊടുക്കുന്നത്. പക്ഷെ അതിൻ്റെ മുകളിലായിട്ട് മുൻ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ടോണി ബ്ലെയറിനെ കൊണ്ടുവച്ചിരിക്കുക. എന്നിട്ട് പറഞ്ഞത് എന്തുവാ? മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങൾ ടോണി ബ്ലെയറെ സഹായിക്കും സാമ്പത്തികമായിട്ട്. ഇതിനകത്ത് എന്ത് ഉടമ്പടി എന്നായി പറയുന്നത്? ഇസ്രായേലിന് അനുകൂലമായിട്ട് പോയി. ഇനി അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിന്റ് മനസ്സിലായിക്കോണം. കാരണം ഇത് നറേറ്റീവ്സിനകത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ അവിടെയുള്ള അറേബ്യൻ രാജ്യങ്ങളെല്ലാം അംഗീകരിക്കണം. അത് തന്നെയാണ് ഇന്തോനേഷ്യൻ പ്രൈം മിനിസ്റ്റർ UN ജനറൽ അസംബ്ലി പറഞ്ഞത്.